വിമാനയാത്രക്കാരും സർക്കാരും നേരിടുന്ന ദയനീയാവസ്ഥയാണ് ഇൻഡിഗോ പ്രതിസന്ധി വരച്ചുകാട്ടുന്നത്. ഇന്ത്യയുടെ ആകാശം വിശാലമാണ്, പക്ഷേ യാത്രക്കാർക്കൊരു തെരഞ്ഞെടുപ്പിനുള്ള അവസരം അങ്ങേയറ്റം ഇടുങ്ങിയതാണ്. അതേക്കുറിച്ച് കൃത്യമായ കണക്കുകളോടെ പറയാം. ഇൻഡിഗോയുടെ കയ്യിൽ എത്ര ആഭ്യന്തര റൂട്ടുകൾ ഉണ്ടെന്നറിയാമോ? ആകെയുള്ള ആഭ്യന്തര റൂട്ടുകൾ 1131. ഇതിൽ ഇൻഡിഗോ പറക്കുന്നത് 900 റൂട്ടിൽ. എന്നുവെച്ചാൽ ആകെ റൂട്ടുകളിൽ 80% ഇൻഡിഗോ. ഇൻഡിഗോ പറക്കുന്ന 900 റൂട്ടിൽ 514ലും മറ്റൊരു വിമാനവും സർവീസ് നടത്തുന്നില്ല. എന്നുവെച്ചാൽ പകുതിയിലേറെയും അഥവാ 57% ഇൻഡിഗോയുടെ കുത്തക. 1131 ആഭ്യന്തര സെക്ടറുകളിൽ 737ലും ഒരൊറ്റ വിമാന കമ്പനി മാത്രം. എന്നുവെച്ചാൽ ആഭ്യന്തര വിമാന റൂട്ടുകളിൽ 70%ത്തിലും മറ്റാരും മത്സരിക്കാനില്ല. മുഴുവൻ ഇൻഡിഗോ കുത്തക. ചെറുനഗരങ്ങളിലും ഉൾനാടൻ പ്രദേശങ്ങളിലുമുള്ള ഒരുപാട് യാത്രക്കാർക്ക് ഇൻഡിഗോ പറന്നില്ലെങ്കിൽ വിമാനം കിട്ടാനില്ല, അത്ര തന്നെ. ഇൻഡിഗോ ഇല്ലെങ്കിൽ മറ്റൊന്നിനെയും ആശ്രയിക്കാനില്ല. ഇന്ത്യയുടെ ആകാശം പകുതിയും ഒരൊറ്റ വിമാന കമ്പനി നിയന്ത്രിച്ചാൽ ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഒരുപാട് പ്രദേശങ്ങളെയും അവിടുത്തെ യാത്രക്കാരെയും വലിയ പ്രതിസന്ധിയിലാക്കും. ഇൻഡിഗോ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ ചെന്നെത്തുന്നുണ്ട്. പക്ഷേ അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ ബദൽ ഇല്ല. ശരിക്കും ആകാശബന്ധായി അത് മാറും. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതും അതുതന്നെ. എന്താ ടിക്കറ്റ് ചാർജ്? എങ്ങനെയാ ചെന്നുപറ്റുക? ഇതേ പ്രതിസന്ധി മൊബൈൽ ഫോണുകളുടെ കാര്യത്തിലുമുണ്ട്. ഇന്ന് എയർടെല്ലും ജിയോയും തീരുമാനിച്ചാൽ മുഴുവൻ സമയവും മൊബൈലിലേക്ക് തലകുനിച്ചിരിക്കുന്ന രീതിയൊക്കെ മാറും. ജെൻസിയും ആൽഫയും അടക്കം എല്ലാവരും മേലോട്ട് നോക്കി നക്ഷത്രമെണ്ണും. എന്തു തോന്നുന്നു? കുത്തക നല്ലതോ ചീത്തയോ? അഭിപ്രായം കമന്റ് ചെയ്യൂ.